ഇന്ത്യ പാക് നയതന്ത്ര വിഷയത്തിൽ പാകിസ്ഥാന് ഇന്ത്യയുടെ മറുപടി. ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചയിൽ തീവ്രവാദം തന്നെയാണ് മുഖ്യ അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. കശ്മീർ വിഷയം ചർച്ച ചെയ്യില്ലെന്നും ഹുറിയത്ത് നേതാക്കളുമായുള്ള ചർച്ച അംഗീകരിക്കില്ലെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുമായുള്ള മുഖ്യ വിഷയം കശ്മീർ തന്നെയെന്ന് പാകിസ്ഥാനും വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മനു, ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ചർച്ച നടക്കില്ല എന്ന്. ആ രീതിയിലേക്കാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാദം യുദ്ധം തുടങ്ങുന്നത്. എങ്ങനെയാണ് ഇന്ന് സുഷമ സ്വരാജ് ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കിയത്? വിശദാംശങ്ങൾ. ജിംഷാദ്, ചർച്ച നടക്കില്ല എന്ന് മറ്റൊരു പറയാതെ പറയുകയാണ് വിദേശകാര്യമന്ത്രി എന്ന് പറയേണ്ടി വരും ഈ വാർത്താ സമ്മേളനത്തിലൂടെ. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒപ്പം എസ് ജയശങ്കർ അടക്കമുള്ളവരെ വിളിച്ചുകൊണ്ട് ചർച്ച നടത്തിയിരുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കിയത് ഇതെല്ലാമാണ്. അതായത് ഉഫാഖ് കരാറിൽ വ്യക്തമാക്കിയിരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കേണ്ട ഭീകരവാദമാണ് എന്നതാണ്. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ ഇതിൽ ധാരണയിലും എത്തിയിരുന്നു. അതിനാൽ തന്നെ ആദ്യം ചർച്ചയ്ക്കെടുക്കേണ്ടത് ഭീകരവാദമാണ്. കാശ്മീർ വിഷയമല്ല ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കേണ്ടതെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കി. മാത്രമല്ല മറ്റൊരു കാര്യം വ്യക്തമാക്കിയത്, സിംല കരാർ പ്രകാരം ഇരു രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിലാണ്. അതിനിടയിലേക്ക് ഒരു മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്തരുത് എന്നൊരു ധാരണയും സിംല കരാറിലും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ ഇന്ത്യ പാക് സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിനിടയിലേക്ക് വിഘടനവാദി നേതാക്കളുടെ ചർച്ച അനാവശ്യമാണ് എന്നുകൂടിയാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ വിഘടനവാദി നേതാക്കളുമായുള്ള ചർച്ച അംഗീകരിക്കില്ല എന്നാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ ചർച്ചയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങൾ യോഗത്തിന് ശേഷം ചർച്ച ചെയ്യാമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതായത് മറ്റു കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഒളിച്ചോടുകയില്ല. ആദ്യം ഭീകരവാദം ചർച്ച ചെയ്യട്ടെ. പാകിസ്ഥാൻ ഇന്ത്യയിൽ തുടരെ നടത്തുന്ന ഭീകരവാദം ആദ്യം ചർച്ച ചെയ്ത് സമാധാനം നിലനിർത്തട്ടെ. അതിനുശേഷമാണ് കാശ്മീർ വിഭാഗീയത അടക്കമുള്ളത് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാകിസ്ഥാനാണ്. അതിനാൽ തന്നെ ബോൾ വീണ്ടും പാകിസ്ഥാന്റെ കോർട്ടിലേക്ക് നയിച്ചിരിക്കുകയാണ് എന്ന് പറയാം. ഇനി തീരുമാനമെടുക്കേണ്ടത് പാകിസ്ഥാനാണ് എന്നാണ് മനുശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് മനുശങ്കരൻ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ തന്നെ ഉണ്ടെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ദാവൂദിന്റെ ഭാര്യ മെഹജബിൻ ഷേഖുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടു. ഒരു ദേശീയ ചാനലാണ് ദാവൂദ് വിഷയത്തിൽ നിർണായക തെളിവുകളുമായി രംഗത്തെത്തിയത്. കറാച്ചിയിലെ ദാവൂദിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാണ് ചാനൽ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ദാവൂദിന്റെ ഭാര്യ മെഹജബിൻ ഷെയ്ഖുമായി നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും ചാനൽ പുറത്തുവിട്ടു. ദാവൂദ് കറാച്ചിയിലുണ്ടെന്നും ഉറങ്ങുകയാണെന്നുമായിരുന്നു ചാനൽ പ്രതിനിധിയോട് മെഹജബീന്റെ മറുപടി. ഉച്ചയ്ക്ക് 12:24 ചാനൽ പ്രതിനിധി ആദ്യം ദാവൂദിന്റെ ഭാര്യയെ വിളിച്ചത്. ദാവൂദിനോട് സംസാരിക്കാനാവുമോ എന്ന് ചോദിച്ചപ്പോൾ അല്പം കഴിഞ്ഞു വിളിക്കാൻ മറുപടി. പിന്നീട് 12:38 വീണ്ടും വിളിച്ചു. അപ്പോഴാണ് ദാവൂദ് ഉറങ്ങുകയാണെന്ന മറുപടി ലഭിച്ചത്. താൻ ദാവൂദിന്റെ ഭാര്യയാണെന്ന് ഫോണെടുത്ത മെഹജബീൻ സ്ഥിരീകരിക്കുന്നുണ്ട്. കറാച്ചിയിലെ ദാവൂദിന്റെ ഒളിസങ്കേതത്തിന്റെ വിശദാംശങ്ങളും ചാനൽ പുറത്തുവിട്ടു. 4 ഇടങ്ങളിലായാണ് ദാവൂദ് ഒളിച്ചു താമസിക്കുന്നത്. ദാവൂദിന്റെ പാസ്പോർട്ടിന്റെ പകർപ്പും ടെലിഫോൺ ബില്ലും UAE-യിലേക്കുള്ള യാത്രാരേഖകളും ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചതായി സ്ഥിരീകരണമുണ്ടായതിന്റെ പുറകെയാണ് ദാവൂദിന്റെ പാകിസ്ഥാൻ വാസത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. ദില്ലി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ബാർക്കോഴ കേസിൽ വിജിലൻസിനെതിരെ കോടതി. സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടാൻ ആരാണ് നിർദ്ദേശം നൽകുകയെന്ന് വിജിലൻസ് കോടതി. നിയമോപദേശത്തിന്റെ സാധുത എന്തെന്നും കോടതി ആരാഞ്ഞു. ബാർക്കോഴ കേസ് സെപ്റ്റംബർ 10 മാറ്റി. ബാർക്കോഴ കേസിൽ സുപ്രീം കോടതിയിൽ സ്വകാര്യ അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയ വിജിലൻസ് നടപടിയിലാണ് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഭരണഘടനാ പദവിയുള്ള AGയെ മറികടന്ന് സ്വകാര്യ അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയത് എന്തിനാണെന്ന് കോടതി വിജിലൻസ് അഭിഭാഷകനോട് ചോദിച്ചു. സ്വകാര്യ അഭിഭാഷകരുടെ നിയമോപദേശത്തിന് എന്ത് നിയമപ്രാബല്യമാണുള്ളത്? വിജിലൻസിനും അഭിഭാഷകരില്ലേ? നിയമോപദേശം തേടാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? തുടങ്ങിയ ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. മാണിക്കെതിരെ തെളിവില്ലെന്ന വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിനും ശാസ്ത്രീയ തെളിവുകളുണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വസ്തുതാവിവര റിപ്പോർട്ടിനുമിടയിൽ മറ്റന്വേഷണങ്ങൾ നടന്നിരുന്നോ എന്നതിൽ കോടതി വിശദീകരണവും ആവശ്യപ്പെട്ടു. ബാർ കേസിൽ മാണി പണം വാങ്ങിയതിന് തെളിവില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് തള്ളണമെന്ന ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ. വാദത്തിനിടെ വിജിലൻസ് അഭിഭാഷകനെയും കോടതി വിമർശിച്ചു.
കേസ് ഡയറി പഠിച്ചിട്ട് വരണമെന്നായിരുന്നു അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടത്. വസ്തുതാവിവര റിപ്പോർട്ടിലെ പരാമർശങ്ങളും അന്തിമ റിപ്പോർട്ടിലുള്ള വ്യത്യാസവും ചൂണ്ടിക്കാട്ടി കേസിൽ തുടരന്വേഷണത്തിന്റെ സാധ്യതകൾ ഹർജിക്കാരുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. സെപ്റ്റംബർ 10-ന് കേസിൽ വാദം തുടരും. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം MR സജേഷ്, തിരുവനന്തപുരം. ബാറുടമകളിൽ നിന്ന് KM മാണി പണം വാങ്ങിയതിന് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ. പണം കൈമാറാനായി രാജ്കുമാർ ഉണ്ണിയും അമ്പിളിയും മാണിയുടെ വീട്ടിലെത്തിയെന്ന് ടവർ ലൊക്കേഷൻ രേഖകൾ. പണം കൈമാറാനായി ഇരുവരും എത്തിയ കാർ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതായി പോലീസുകാരുടെ മൊഴി വിജിലൻസിന് ലഭിച്ചു. 2014 ഏപ്രിൽ 2-ന് പുലർച്ചെ ഗാർഡ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന 2 പോലീസുകാരാണ് ഈ നിർണായക മൊഴി വിജിലൻസിന് നൽകിയത്. മന്ത്രി KM മാണിക്ക് ബാറുടമകളുടെ കയ്യിൽ നിന്നും പിരിച്ച 35 ലക്ഷം രൂപ കൈമാറാനായി രാജ്കുമാർ ഉണ്ണി, ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളി എന്നിവർ 2014 ഏപ്രിൽ 2-ന് ഒരുമിച്ച് യാത്ര ചെയ്തു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ വിജിലൻസിന് കഴിഞ്ഞു. ഏപ്രിൽ 2-ലെ രാജ്കുമാർ ഉണ്ണിയുടെയും അമ്പിളിയുടെയും കോൾ വിശദാംശങ്ങളും ടവർ ലൊക്കേഷനും വിജിലൻസ് വിശദമായി പരിശോധിച്ചു. രാജ്കുമാർ ഉണ്ണിയുടെ 9847070324 എന്ന ഐഡിയ നമ്പരും അമ്പിളിയുടെ 9895075206 എന്ന എയർടെൽ നമ്പരും ഒരേ ടവർ ലൊക്കേഷനുകളിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. പുലർച്ചെ 6:45-ന് ഇരുവരും പുളിമൂട് ടവറിന് കീഴിലായിരുന്നെങ്കിൽ 13 മിനിറ്റ് കൊണ്ട് ഇരുവരും മാണിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന നന്ദൻകോട് ടവറിന് കീഴിലെത്തി. 7 മണി മുതൽ 7 വരെ ഇരുവരും നന്ദൻകോട് ടവറിന് കീഴിൽ തന്നെ ഉണ്ടായിരുന്നു. പണം കൈമാറ്റം ചെയ്തത് അമ്പിളിയുടെ മൊഴിപ്രകാരം 7 മണിക്കാണ്. ഈ സമയത്ത് ഇരുവരും മാണിയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രീയ തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടാതെ പുലർച്ചെ 6:55-ന് ഇരുവരും യാത്ര ചെയ്ത KL01 BB 7878 കറുത്ത ടൊയോട്ട എത്തിയോസ് കാർ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ ഗേറ്റ് കടന്നതായി ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾമാരായ മോഹനൻ നായർ, P അജി എന്നിവർ വിജിലൻസിന് മൊഴി നൽകി. ശാസ്ത്രീയ തെളിവുകളും പോലീസുകാരുടെ മൊഴിയും വിരൽ ചൂണ്ടുന്നത് അന്നേ ദിവസം ഇരുവരും മന്ത്രി മാണിയുടെ വീട്ടിലെത്തി എന്ന് തന്നെയാണ്. S ജീവൻകുമാർ, തിരുവനന്തപുരം. സർക്കാരിനെതിരെ E ശ്രീധരൻ. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ റെയിൽ പദ്ധതികൾ നടത്താനുള്ള ശേഷി സർക്കാരിനില്ലെന്ന് E ശ്രീധരൻ. ഇതിന്റെ വിശദാംശങ്ങളുമായി വിനീഷ വൃന്ദാവൻ ചേരുന്നു. വിനീഷ, എന്തൊക്കെയാണ് E ശ്രീധരൻ പറഞ്ഞത്? അജിംഷാദ്, കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതികൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ശേഷി സർക്കാരിനില്ല എന്നാണ് ഈ ശ്രീധരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 10 മാസമായി DMRC ഇതിൽ മികച്ച ഒരു താല്പര്യമെടുത്ത് നേരത്തെ തന്നെ മെട്രോ പദ്ധതികൾ അല്ലെങ്കിൽ മെട്രോ സംസ്കാരം വളർത്തുക എന്നുള്ള ഒരു താല്പര്യം മാത്രമേ DMRCക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ തന്നെ ഈ ഒരു താല്പര്യം കേരള ഗവൺമെന്റിനെയും ഒപ്പം കേന്ദ്ര ഗവൺമെന്റിനെയും അറിയിച്ചിട്ടുള്ളതാണ്. മെട്രോ സംസ്കാരം വളർത്തുക എന്ന താല്പര്യത്തിന്റെ പുറത്ത് മാത്രമാണ് DMRC ഈ ഒരു പ്രോജക്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പ്രോജക്ട് ഏറ്റെടുക്കാൻ നേരത്തെ തന്നെ DMRCക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യവും കേരള ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു. എന്നാൽ കേരള ഗവൺമെന്റിന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് DMRC ഈ പ്രോജക്ട് ഏറ്റെടുത്തതും. പ്രോജക്ട് ഏറ്റെടുത്ത് ലൈറ്റ് മെട്രോയ്ക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് വരെ കഴിഞ്ഞ 2014 ഒക്ടോബറിൽ കേരള ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ തുടർന്ന് 10 മാസം പിന്നിട്ടിട്ട് പോലും കേരള ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഒരു മുന്നോട്ടുള്ള തുടർ നടപടികൾ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒപ്പം ഉദ്യോഗസ്ഥന്മാർ കേരള ഗവൺമെന്റിന്റെ രാഷ്ട്രീയക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ 10 മാസമായി ഓരോ ദിവസം 19 ലക്ഷം രൂപയുടെ നഷ്ടമാണ് DMRCക്ക് ഉണ്ടാകുന്നത്. കോഴിക്കോടും തിരുവനന്തപുരത്തും ഓഫീസ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നത് മൂലം 19 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഓരോ ദിവസം DMRCക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും ലൈറ്റ് മെട്രോയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള ഒരു നിർദ്ദേശം DMRC നൽകി കഴിഞ്ഞു എന്നാണ് ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച, ഇതിന്റെ ഒരു 85%, അതായത് 85% ലോൺ ജപ്പാൻ കമ്പനിയായ ജൈക്ക നൽകാമെന്നേറ്റിരുന്നു. കഴിഞ്ഞ 1998 മുതൽ ജൈക്കയും DMRCയുമായി ബന്ധം തുടരുന്ന ജപ്പാൻ കമ്പനിയാണ് ജൈക്ക. അതിനാൽ തന്നെ DMRCയുടെ കഴിവിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ഒരു കഴിവ് മാനിച്ച് തന്നെയാണ് ജൈക്ക ഇതിന് വില്ലിംഗ് ആയതും. എന്നാൽ ജൈക്ക കാണിച്ചതുപോലെ അല്ലെങ്കിൽ ജപ്പാൻ കാണിച്ചതുപോലുള്ള ഒരു വില്ലിംഗ്നെസ് കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാണിച്ചില്ല എന്നാണ് ഈ ശ്രീധരൻ കേരള സർക്കാരിനെതിരെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കേരള സർക്കാരിന്റെ താല്പര്യം കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളിൽ മെട്രോ സ്ഥാപിക്കുക എന്നതായിരുന്നു. പക്ഷേ 1 മില്യണിൽ കൂടുതൽ ജനസാന്ദ്രതയുള്ള
ക്ഷമിക്കണം, ജനങ്ങളുള്ള ഒരു നഗരത്തിൽ മാത്രമേ മെട്രോയ്ക്ക് സാധ്യതയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ കാരണത്താലാണ് കൊച്ചിയിൽ വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോകൾ നടത്താനുള്ള ശേഷി കേരള സർക്കാരിന് ഇല്ല എന്ന് ഇ ശ്രീധരൻ. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വിനീഷ വൃന്ദാവൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. തിരുവനന്തപുരം CETയിൽ ഓണാഘോഷത്തിനിടെ ജീപ്പിടിച്ച് മരിച്ച വിദ്യാർത്ഥിനി തസ്നി ബഷീറിന്റെ മൃതദേഹം ഖബറടക്കി. നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം ആയിരങ്ങളാണ് തസ്നിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നിലമ്പൂരിലേക്ക് എത്തിയത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയിൽ നിന്നും MLA K കുഞ്ഞഹമ്മദ് മാസ്റ്റർ ഇറങ്ങിപ്പോയി. കീഴരിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രശ്മി ഭായിയെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP വേദിയിൽ വെച്ച് അവഹേളിച്ചതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നാളെ ഇതിൽ പ്രതിഷേധിച്ച് ഈ പഞ്ചായത്തിൽ LDFന്റെ ഹർത്താലാണ്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം രണ്ടാം ദിവസം ദില്ലിയിൽ തുടരുന്നു. തൊഴിലാളി വർഗ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ സംബന്ധിച്ചും പഠന റിപ്പോർട്ടിന്മേൽ ചർച്ച പൂർത്തിയായി. നാളെ പൊതുദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് സവോളയുടെ വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 10 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഓണനാളുകളിൽ കിലോയ്ക്ക് 80-നും 100-നും ഇടയിൽ വില വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്.